8ാം ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് NCCക്ക് സെലക്ഷൻ കിട്ടുന്നു. 9ാം ക്ലാസ്സിലെത്തിയപ്പോൾ ആ കുട്ടിക്ക് എന്തെങ്കിലും കാരണവശാൽ മറ്റൊരു സ്കൂളിലേക്ക് പോകേണ്ടി വരുന്നു എന്നുള്ളതാണ് ആ വിഷയമാണല്ലോ പറയേണ്ടത് അല്ലേ? ഹായ് ഓൾ. അപ്പോൾ ഇതാ നമ്മൾ ലാസ്റ്റ് ടൈം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് നമ്മുടെ ഗ്രേസ് മാർക്സ് എന്നതിനെ പറ്റിയിട്ട്. അപ്പോൾ നിങ്ങളുടെ കുറേ കൺസേൺസ് ഉണ്ടായിരുന്നു. ഇന്ന് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗൂഗിൾ സാർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നിങ്ങളുടെ വെരി ഫസ്റ്റ് കൺസേൺ ആയിരുന്നു, നമ്മൾ സർ സ്കൂൾ ചേഞ്ച് ചെയ്യല്ലോ. അപ്പോൾ ഈ NCC, ലിറ്റിൽ കൈറ്റ്സ്, SPCയിലൊക്കെയുള്ള കുട്ടികൾ സ്കൂൾ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അവർക്ക് പുതിയ സ്കൂളിൽ പോകുമ്പോൾ എങ്ങനെയാണ് ഇതിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുക, അവര് പിന്നെ എങ്ങനെയാണ് അതിന്റെ ഒരു അതെങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് അല്ലേ? ഇന്നലെ നമ്മൾ പറഞ്ഞു 8ാം ക്ലാസ്സിലാണ് ഇതിൻ്റെയൊക്കെ സെലക്ഷൻ നടക്കുന്നത്. 8ാം ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് NCCക്ക് സെലക്ഷൻ കിട്ടുന്നു. 9ാം ക്ലാസ്സിലെത്തിയപ്പോൾ ആ കുട്ടിക്ക് എന്തെങ്കിലും കാരണവശാൽ മറ്റൊരു സ്കൂളിലേക്ക് പോകേണ്ടി വരുന്നു എന്നുള്ളതാണ് ആ വിഷയമാണല്ലോ പറയേണ്ടത് അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു സാധ്യതയുണ്ട്. പക്ഷേ അറിയേണ്ട ഒരു കാര്യം, പുതിയ സ്കൂളിൽ NCCയുടെ യൂണിറ്റ് ഉണ്ടാകണം എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. യൂണിറ്റ് ഇല്ലാത്തൊരു സ്കൂളിലേക്ക് പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതാണ് ആദ്യമായിട്ട് നോക്കേണ്ടി വരിക. ഇനി അങ്ങനെ യൂണിറ്റുള്ള ഒരു സ്കൂളിലേക്കാണ് പോകുന്നതെങ്കിൽ അവിടുത്തെ ANO, അസിസ്റ്റൻറ്റ് NCC ഓഫീസർ എന്ന് പറയുന്ന ഒരു പോസ്റ്റുണ്ട്. അദ്ദേഹത്തിന് വഴിയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യേണ്ടി വരിക. അത് തന്നെ വേറൊരു വിഷയമുള്ളത്, ഒരേ ബറ്റാലിയനിലാണെങ്കിൽ കുറച്ചും കൂടി ഈസിയറാണ് ഈ കൺവേർഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചേഞ്ചിങ് എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് ബറ്റാലിയൻ ആണെങ്കിൽ ബറ്റാലിയൻസ് തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല, അവരുടെ ഒരു പെർമിഷനോ അല്ലെങ്കിൽ അതുമായിട്ട് ഒഫീഷ്യലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ഒന്ന് പറയാനുള്ളത്. പിന്നെ മറ്റൊരു വിഷയമുള്ളത്, ഒരു സ്കൂളിൽ 40 കാഡറ്റ്സ് ആണ് ഉള്ളത് എന്ന് വിചാരിക്കാം. ഈ 40-ലെ 20 കാഡറ്റ്സ് 8ാം ക്ലാസ്സിലും 20 കാഡറ്റ്സ് 9ാം ക്ലാസ്സിലായിരിക്കും ഉണ്ടാകുക. അപ്പോൾ ഈ കുട്ടി 9ാം ക്ലാസ്സിലേക്കാണല്ലോ വരുന്നത്. അപ്പോൾ 9ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ നോർമലി എന്ത് സംഭവിച്ചു, ആ 20 എന്നുള്ളത് 21 അപ്പോൾ 19 ആളെ മാത്രമേ 8ാം ക്ലാസ്സിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആ പറഞ്ഞതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. ഈ റിക്രൂട്ട്മെൻറ്റ് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ഈ കുട്ടി ഇൻഫോം ചെയ്യേണ്ടതുണ്ട്, എനിക്ക് ഇങ്ങനെ മാറ്റം ഉണ്ട്, അതുകൊണ്ട് അവിടെ NCCയിൽ വേണം. അത് അറിയിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഈ റിക്രൂട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടാണ് ചെല്ലുന്നതെങ്കിൽ സെലക്ഷൻ കിട്ടില്ല, ചാൻസ് ഇല്ല എന്നല്ല, കിട്ടില്ല എന്നുള്ളൊരു വിഷയമുണ്ട്. ഇതേപോലെയാണ് ലിറ്റിൽ കൈറ്റ്സിലും. എല്ലാ സ്കൂളുകളിലും ലിറ്റിൽ കൈറ്റ്സിൻ്റെ യൂണിറ്റ് കാണുമായിരിക്കും. അതിലേക്ക് അവർക്ക് സെലക്ഷൻ കിട്ടും. അതിൽ ഇത്രയും കോംപ്ലിക്കേഷൻസ് ഇല്ല, NCCയുടെ അത്രയും കോംപ്ലിക്കേഷൻസ് അതിലില്ല. പിന്നെ SPCയിലും ഇതുപോലെ ഓപ്ഷൻ ഉണ്ട്, മാറാൻ ഓപ്ഷൻ ഉണ്ട്, പ്രൊവൈഡഡ് അവിടെയും SPCയുടെ യൂണിറ്റ് ഉണ്ടാവണം. ഈ വേക്കൻസി SPCയിലും ഉണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും. അവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇതിനൊക്കെ ഒരു കൺസേൺ പേഴ്സൺ ഉണ്ടാവും, ഒരു അധ്യാപകൻ ഉണ്ടാവും. അപ്പോൾ SPCയുടെ ചാർജുള്ള ഒരാളുണ്ടാവും, അതേപോലെ ലിറ്റിൽ കൈറ്റ്സിൻ്റെ ചാർജുള്ള ഒരാളുണ്ടാവും. അവരെയാണ് സമീപിക്കേണ്ടത്. അവരുടെ അടുത്താണ് ഈ കാര്യങ്ങൾ, അപ്ലിക്കേഷനോ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് ചെയ്യേണ്ടി വരും. അപ്പോൾ ചെയ്യേണ്ടത്, സ്കൂൾ മാറാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ ആ വർഷത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കൺസേൺഡ് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് വേണ്ട പേപ്പേഴ്സ് ചെയ്യുക എന്നുള്ളത് ആദ്യമേ പ്ലാൻ ചെയ്ത്. എക്സാക്ട്ലി. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിനെ പറ്റി കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത്. സെലക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. സെലക്ഷൻ ആയിട്ട് ഈ NCCയുടെ കാര്യത്തിലും SPCയുടെ കാര്യത്തിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ സ്കൗട്ടിൻ്റെ കാര്യത്തിലും സെലക്ഷൻ നടക്കേണ്ടതുണ്ട്. ഒരു ധാരാളം കുട്ടികളുള്ള ഒരു സ്കൂളിലാണെങ്കിൽ ആ സെലക്ഷന് വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ ഒരു സ്ക്രീനിങ് ടെസ്റ്റും നടത്താറുണ്ട്. ഇനി അല്ലെങ്കിൽ ദ റിക്വയർഡ് നമ്പർ എന്ന് പറഞ്ഞാൽ 32 ബോയ്സും 32 ഗേൾസുമാണ് സ്കൗട്ട്സും ഗൈഡ്സുമായിട്ട് വേണ്ടി വരും. ആ സെലക്ഷൻ അങ്ങനെയാണ് ചെയ്യുക. ഓക്കെ. ഇനി ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ മാറ്റം ആവശ്യമാണെങ്കിൽ അതും ഒരു വിഷയമാണ്. സെക്കൻഡ് ഇയറിൽ മാറുകയാണെങ്കിൽ, 9th സ്റ്റാൻഡേർഡിൽ മാറുകയാണെങ്കിൽ മാറാൻ പറ്റും. ഈ പറഞ്ഞതുപോലെ അവിടെ സ്കൗട്ടിൻ്റെ യൂണിറ്റ് ഉണ്ടാവണം, അല്ലെങ്കിൽ ഗൈഡ്സിൻ്റെ യൂണിറ്റ് ഉണ്ടാവണം, അതിൽ വേക്കൻസി ഉണ്ടാവണം. ഞാൻ നേരത്തെ NCCയുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ അവിടെ ഒരാൾ കുറവുണ്ടെങ്കിൽ നമുക്ക് കയറാൻ പറ്റും. അല്ലാതെ അതിൽ കൂടുതലൊരു നമ്പേഴ്സിനെ ആഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിൽ പിന്നെ ഒന്ന് പറയാനുള്ളത്, എനിക്ക് തോന്നുന്നത് ഗ്രേസ് മാർക്കിനെ കുറിച്ച്. ബാക്കി എല്ലാത്തിലും ഉള്ളതുപോലെ NCC എല്ലാത്തിലും ഉള്ളതുപോലെ ജോയിൻ ചെയ്യേണ്ടത് ഗ്രേസ് മാർക്കിനെക്കാട്ടിലും നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനാണ്. എന്നാണ് ഗ്രേസ് മാർക്കിനെ പറ്റി പറയുമ്പോൾ രണ്ടും ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗ്രേസ് മാർക്കും കാരണം അവരതിൽ ചെയ്യുന്ന വർക്ക് ചെയ്യുന്നതിനുള്ള ഒരു
റിവാർഡായിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരത് അർഹരാണ്, അവർ വാങ്ങിയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഗ്രേസ് മാർക്ക് 25 മാർക്കാണ് സ്കൗട്ടിന് ഉണ്ടാക്കുക. ഓക്കെ, നോർമലി ഉണ്ടാകുക. പിന്നെ ഒന്ന് രാജ്യ പുരസ്കാറിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഡിഫറെൻറ്റ് ലെവലുണ്ട് സ്കൗട്ടിൻ്റെ ഗൈഡ്സിൻ്റെ കാര്യത്തിൽ. അതിൽ 40 മാർക്ക് ഉണ്ടാവും. ഇനി രാഷ്ട്രപതി അവാർഡ് ജേതാവാണെങ്കിൽ 50 മാർക്ക് ഗ്രേസ് മാർക്കായിട്ട് കിട്ടും. ഇത്രയാണ് സ്കൗട്ടിൻ്റെ ഗൈഡ്സ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരുപാട് പ്രോഗ്രാംസ് അവർ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇവർക്ക് ഫിസിക്കലി ആൻഡ് മെൻ്റലി ബെനിഫിഷ്യൽ ആയിട്ടുള്ളതാണ്. അതൊന്നും സംശയമില്ലാത്ത കാര്യം. അതൊക്കെ അവർ അതിൽ ചേർന്ന് കഴിയുമ്പോൾ നന്നായിട്ട് കിട്ടിക്കോളും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ കൺസേൺസ് എല്ലാം, നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻസിന് എല്ലാ ആൻസേഴ്സും നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കൺസേൺ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ കൊടുക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ആൻഡ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത എല്ലാവരും ഓടി വന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.